ഉണ്ണിമൂന്തൻ ഷൈനികം ഇഷ്യൂ ഇത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടത്. അതായത് ഷൈനികത്തിൻ്റെ പുതിയ ഇറങ്ങുന്ന പടം ലിറ്റിൽ ഹാർട്ട് എന്ന് പറയുന്ന ബാബുരാജക്കുള്ള ഒരു പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ വെറൈറ്റി മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തതാണ്. നല്ല രസകരമായ ഇൻ്റർവ്യൂ, അടിപൊളിയായിട്ട് തുടക്കം മുതലേ നല്ല എൻജോയ് ചെയ്ത് കണ്ട ഇൻ്റർവ്യൂ. അതിൻ്റെ ഇടയിൽ ഷൈനികം പറഞ്ഞ ചെറിയൊരു വാക്ക്, ആ ഒരു പീസ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ആൾക്കാർ ഹൈലൈറ്റ് ചെയ്തിട്ട് ഉണ്ണിമൂന്തൻ്റെ എതിരെ പറഞ്ഞു, ഭയങ്കരതായി ഇതൊക്കെ പറഞ്ഞിട്ട് വെറുതെ അനാവശ്യ വിവാദങ്ങളാണ്. സംഭവം ഷൈൻ പറഞ്ഞ തന്നെയാണ് അതിൻ്റെ കാര്യം. ആ ഇൻ്റർവ്യൂ ഫുള്ള് കണ്ട ആൾക്കാർ ആ ഒരു സംഭവത്തിനെ മാത്രം എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യില്ല, കാരണം അത്ര രസകരമായിട്ടായിരുന്നു ആ ഇൻ്റർവ്യൂ. അത് മാത്രമല്ല, തുടക്കം മുതൽ തന്നെ ഉണ്ണിമൂന്തനെയും മഹിമേനെയും കൂടി ലിങ്ക് ചെയ്യിപ്പിച്ചിട്ട് ബാബുരാജും ഷൈനികവും കൂടിയിട്ട് അവർ രണ്ടാളും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അവർ ആ ഇൻ്റർവ്യൂ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അത് പറഞ്ഞ് അതിൻ്റെ മിഡിലിൽ ഉണ്ണിമൂന്തൻ ഫാൻസ് ഇന്ത്യ, ഞാൻ അതിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഷൈൻ ഒരു നല്ല രീതിയിലാണ് പറയുന്നത്. പക്ഷേ അത് ഉണ്ണിമൂന്തൻ ഫിലിംസ് എന്നുള്ള ഇതിനെ കളിയാക്കിയിട്ട് പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ വ്യാഖ്യാനിക്കുകയാണ്. അത് മാത്രമല്ല, വളരെ മോശം റിലീജിയസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാർ സിനിമേനെ കാണുന്നത്. ഉണ്ണിമൂന്തനെ ഒരു വിഭാഗം ആൾക്കാർ വേറൊരു തരത്തിൽ, ഒരു നടന്നുള്ളതിൽ ഉപരി വേറൊരു തരത്തിൽ കാണുന്നു, ഷൈനികത്തിനെ വേറൊരു ഇതിൻ്റെ ഒരു ഇതായിട്ട് കാണുന്നു. ശരിക്കും അതല്ല, അവരൊക്കെ നല്ല ഫ്രണ്ട്സാണ്. ഇതിൻ്റെ ഇടയിൽ ഈ ആൾക്കാർ അനാവശ്യ കുത്തിത്തിരിപ്പുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ഞാൻ പറയുമ്പോൾ. ഇത് വെറുതെ ചിരിച്ച് ഒരു സാധാരണ ഒരു കോമഡി പറയുന്ന പോലെ ചിരിച്ച് തള്ളേണ്ട കേസാണ്. അതിനാണ് വാർത്തയുടെ മുകളിൽ വാർത്തയും ലിങ്കുകളും. എന്ത് തന്നെയാലും ഈ ഒരു സംഭവമുള്ള കാരണം ആ ഒരു ഇൻ്റർവ്യൂ ഫുള്ള് കാണാൻ പറ്റി. അടിപൊളി ഇൻ്റർവ്യൂ, ബാബുരാജൊക്കെ തగ్గടിച്ച് തകർക്കുകയാണ്. വെറൈറ്റി മീഡിയയിൽ ആ ഇൻ്റർവ്യൂ കാണാത്തവരുണ്ട്, ആ ഇൻ്റർവ്യൂ ആദ്യം പോയിട്ട് ഫുള്ള് കാണുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.